പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഞങ്ങൾ ഒരു കല്യാണത്തിന് വേണ്ടി വന്നതാണ്. വണ്ടി നല്ലൊരു തണലത്ത് ഒതുക്കിയിട്ട് മുകളിലേക്ക് നോക്കിയപ്പോഴാണ് നിറച്ച് മരോട്ടിക്കായ കാച്ചു നിൽക്കുന്നത് കണ്ടത്. ഈ നിൽക്കുന്ന മരമാണ് മരോട്ടി മരം. ഈ മരോട്ടിക്കായിൽ നിൽക്കുന്ന എണ്ണ പണ്ട് കാലത്ത് കുഷ്ഠരോഗ ചികിത്സയ്ക്കായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഘടകമായിരുന്നു. അതുപോലെ തന്നെ ത്വക്കിലുണ്ടാകുന്ന സോറിയാസിസ് രോഗങ്ങൾ, ചൊറിച്ചിലുകൾ, തലമുടിയിലുള്ളിലെ താരൻ പോലെ ഉണ്ടാകുന്ന പ്രശ്നത്തിനൊക്കെ ഈ മരോട്ടിയുടെ എണ്ണ ഉപയോഗിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മരോട്ടി പിണ്ണാക്കും പൂഴിമണ്ണലും കൂടിയിട്ട് നമ്മുടെ തെങ്ങിൻ്റെ കൊരലുകളിൽ നിറച്ച് കഴിഞ്ഞാൽ ചെമ്പഞ്ചില്ലി കൊമ്പഞ്ചില്ലി അറ്റാക്കിൽ നിന്ന് തെങ്ങിനെ നമുക്കൊരു പരിധി വരെ രക്ഷിക്കാനായിട്ട് പറ്റും. അതുപോലെ ഇതിൻ്റെ എണ്ണ, മരോട്ടിയുടെ എണ്ണ ലൈറ്റായിട്ട് സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ മിലീബഗിനെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് പറ്റും. ഇന്ന് വംശനാശ ഭീഷണിയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു മരമാണ് മരോട്ടി മരം. പണ്ട് കാലത്ത് ഈ മരോട്ടിയുടെ തൊണ്ട് പൊട്ടിച്ചിട്ട്, ഈ കായ പൊട്ടിച്ചിട്ട് അത് ചെരാതായിട്ട് കത്തിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. അതിലുണ്ടാവുന്ന കരി കൺമഷിയായിട്ട് ഉപയോഗിച്ച് നേത്രരോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയിട്ടും മരോട്ടിയുടെ എണ്ണയിൽ നിന്നുണ്ടാകുന്ന കരി ഉപയോഗിച്ചിട്ട് പണ്ട് കണ്ണെഴുതിയിരുന്നു.